ഇക്ക നമ്മുടെ ഷിപ്പ് കുറച്ച് ദിവസത്തേക്ക് വാടകയ്ക്ക് ഒതുക്കുന്നു. നല്ല കാശ് കിട്ടും. വരാൻ പറയട്ടെ? താഴെ ഇരിക്കാൻ പറയൂ. ഇല്ലിക്ക, അവർക്ക് ഷിപ്പ് കാണണമെന്ന് പറഞ്ഞു. എല്ലാം നീ കാരണമാടാ. നിനക്ക് കളി കുറച്ച് കൂടുന്നുണ്ട്. അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ മീൻ പടക്കിട്ട് ഇപ്പൊ ഒരിടത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. തൊഴിലൊരു സീരിയസ്നെസ് വേണ്ട, അതും നമ്മുടെ തൊഴിൽ ഇത്തിരി കൂടുതൽ വേണം. വാരട്ടി വാരട്ടി വാ 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 വാ. ഏയ് ചേരെടുക്കടാ. കേട്ടില്ലേ? ചേരെടുക്കടാ. ഇങ്ങിരിക്ക എടുക്കടാ കയ്യ്. നിങ്ങളുടെ ദേഷ്യം എനിക്ക് മനസ്സിലാവും. ഇപ്പോഴെന്താ വേണ്ടതെന്ന് പറയും. എന്തു പറയാൻ? ഏജന്റ് ഉണ്ടായിരുന്നെങ്കിൽ അവനോട് ചോദിക്കാമായിരുന്നു. ഡയറക്റ്റ് ഡീലിംഗ് അല്ലേ? ജഡ്ജിയെ ഞാൻ തന്നെ കൊന്നേനെ. ഇങ്ങനെ അത്ര നേരം മതി. പക്ഷേ എന്റെ ആൾക്കാർ കുടുങ്ങും. വലിയ ദാതയെ പോലെ സംസാരിച്ചു ഇവൻ. ഇപ്പൊ എന്തു സംഭവിച്ചു? റെഡ്ഡി, അവൻ ചെറിയ പയ്യൻ. വലിയ തെറ്റ്. ചെറിയ പയ്യനാണെന്ന് സമ്മതിച്ചല്ലോ. അപ്പൊ ഗോലി കളിക്കൽ, പിന്നെ വീട് ഒഴിപ്പിക്കൽ, സൈക്കിൾ മോഷ്ടിച്ചതിന് പോലീസിൽ ജാമ്യമെടുക്കൽ, ഇതുപോലെ നിങ്ങളുടെ ലെവലിന് ചേർന്ന ജോലി മാത്രം ചെയ്യണം. അല്ലാതെ ബിസിനസ് ക്ലാസ്സിൽ ബിസിനസ് പറയാൻ വരരുത്. 5 വർഷം മുമ്പ് ചെയ്തത് ഇപ്പൊ ഓർമ്മപ്പെടുത്തി റെഡ്ഡി. ഇത് ശരിയാണോ? ആലോചിച്ച് ചെയ്യാം. സമാധാനപ്പെട്. ആരെടാ നീ സമാധാനിപ്പിക്കാൻ നോക്കുന്നേ? വിടവനെ. അഥവാ വിടറാ. അഥവാ വിടാൻ. അഥവാ വിടറാ. അഥവാ വിടാ. എന്നോട് ദേഷ്യം കാണിച്ചിട്ട് എന്ത് കാര്യം? അങ്ങനെയെങ്കിൽ അവനെ കൊന്നു കാണിക്കേ. ഇനി ഒരു വാക്ക് മിണ്ടിയ താപിനുണ്ടാവില്ല. അവന്റെ പണവും കൊടുത്തേക്ക്. എന്താ കളിക്കുക? അത് പണമൊക്കെ ചെലവായി പോയി. ഔട്ട്. ഹോൾഡ് ഓൺ. നിങ്ങളുടെ ടാർഗറ്റ് മിസ്സായി കാണും. പക്ഷെ ചെറുപ്പം മുതലേ എന്റെ ടാർഗറ്റ് ശരിയാ, എന്റെ ഉന്നവും ശരിയാ. മിസ്സായിട്ടേ ഇല്ല. ഇപ്പൊ പോലും മിസ്സായതല്ല, കുറച്ചുകൂടി ആയുസുണ്ട് ആ ജഡ്ജിക്ക്. ഇത്രയും നാളെ അയാൾ നിന്റെ ടാർഗറ്റ് ആയിരുന്നു. ഇന്നു മുതൽ അയാൾ എന്റെ ടാർഗറ്റാ. എന്നാണല്ലേ ശരി, അയാൾ എന്റെ കൈകൊണ്ട് ചാവും. പോവാനല്ലേ പറഞ്ഞേ? ഏത് ഏജന്റിനെ വെച്ച് കളിച്ചാലും ശരി, ഇല്ലെങ്കിൽ ശരി, ഇനി 10 ദിവസത്തെ അവൻ റിപ്പോർട്ട് തരുന്നതിനുള്ളിൽ ഞാൻ അവനെ കൊന്നിരിക്കും. ഇത് ഫുൾ എമൗണ്ട് അല്ല, ജസ്റ്റ് അഡ്വാൻസ്. 10 ഡേയ്സില് ഇതിന്റെ 4 ടൈംസ്. പണി തീർത്താലൂടെ ഉറപ്പ് അവൻ തീർക്കും. നാഷണൽ സെക്യൂരിറ്റി ഫോഴ്സിനെ ആ ജഡ്ജിക്ക് കാവലായി ഏർപ്പാടാക്കിയിട്ടുണ്ട്. സൂക്ഷിക്കണമെന്നും. എന്താമേ, എല്ലാവരും നന്നായിട്ട് എക്സർസൈസ് ചെയ്യുന്നുണ്ടോ? ഓ സൂപ്പർ. ചെയ്തില്ലേ വെറുതെ വിടുവോ? 1 2 3 4 5 6 എല്ലാവരും ശരിയായി ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുത്തി മാത്രം നീ ഇല്ലാത്തപ്പോ എല്ലാ ജിം മാസ്റ്റേഴ്സിനെയും കയ്യിലെടുത്തിട്ട് അമ്മാനാടുവാടാ. ഏയ് താര. ഗുഡ് മോർണിംഗ് അങ്കിൾ. എന്താ അങ്ങനെ ചെയ്യുന്നേ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. നീ ബാക്കിയുള്ളവർക്കൊരു ഉദാഹരണമായിരിക്കണം. മറ്റുള്ളവരെ വഴിതെറ്റിക്കരുത്. മര്യാദയ്ക്ക് എക്സർസൈസ് ചെയ്യണം. ഓക്കേ അങ്കിൾ.
ഞാൻ പോയതിനു ശേഷം സോറി. എന്താ പ്രശ്നമില്ലെന്ന് പറയാൻ വന്നതാ. ഓ റാസ്കൽ, കൈ നീട്ടിയപ്പോ നിന്റെ വായിലെന്തായിരുന്നു? പറഞ്ഞുകൂടായിരുന്നു പാല് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ഇഡിയറ്റ്. സാർ, എന്താ അപ്പൊ സാറ് മെല്ലെ തുടച്ചതോ? എന്റെ കയ്യിൽ പാലാവില്ലേ, അതുകൊണ്ടാ. അത് ശരി. ഡാ, ശരിക്ക് കിട്ടിയോ? അടുത്തത് അവൾക്കാ കിട്ടാൻ പോണത്. കേവര 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 എവിടെയാ? കേവര കേവര എവിടെയാ? കേവര ഇത് ആരാണ് ഇടിച്ചത്? എരുമ പോലെ ഇടിയും കഴിഞ്ഞിട്ട് മിണ്ടാതെ പോകണം. പറയുമ്പോ ഞാൻ മലയാളത്തിൽ പറഞ്ഞ ഇവന് മനസ്സിലായേ? അയ്യോ, അവന്റെ നോട്ടും ശരിയല്ല. കൽക്കട്ട ഇടി അങ്ങനെ ഇരിക്കുവോ ആവോ? അപ്പൊ അയ്യോ, രക്ഷപ്പെട്ടു. പുറമ്പോക്ക് എന്ന് വെച്ചാ, പുറം എന്ന് പറഞ്ഞാൽ ബാക്ക്, പോക്ക എന്ന് വെച്ചാൽ ലൂസ് മോഷൻ. യു ഹിറ്റ് മീ, അർജന്റ് ലൂസ് മോഷൻ. ചേട്ടാ, അങ്ങ് എവിടുന്നാ? വാട്ട് ദിസ് നോൺസെൻസ്? ചേട്ടാ, മലയാള പണ്ഡിത, കൽക്കട്ടയിൽ മലയാളികളെ കാണുന്നതേ ചുരുക്കം. അതും താങ്കളെ പോലൊരു പണ്ഡിതനെ കണ്ടത് വളരെ വലിയ കാര്യം. പുറമ്പോക്കെന്ന വാക്കിന് എത്ര വലിയ അർത്ഥം, എത്ര വ്യക്തതയോടെ. അയ്യോ, ഇത്ര വേഗം മനസ്സിലാക്കിയോ? അല്ല, നിങ്ങളും മലയാളിയാ? പിന്നെ ഇത്ര നേരം ഇംഗ്ലീഷാണ് സംസാരിച്ചത്? അതല്ല, ഞാൻ നിങ്ങളൊരു ഹിന്ദിക്കാരനാണെന്ന് വിചാരിച്ചു പേടിച്ചു പോയില്ലേ. ഇവിടെ ഉണ്ട്. മലയാളിയാണെന്ന് മനസ്സിലായി. ശരി, നിങ്ങളെന്താ ഇവിടെ? അതൊന്നും പറയണ്ട. എന്റെ അളിയ നാട്ടിൽ നിന്ന് വന്നെന്ന് പറഞ്ഞു. ആ, അവൻ ഞാൻ വന്നളിയാ ഒരു ബ്രിഡ്ജിന്റെ അടുത്ത് നിക്കുവാന്ന് പറഞ്ഞു. ആ ബ്രിഡ്ജിന്റെ പേരെന്താന്ന് ഞാൻ ചോദിച്ചു. അതെന്താ ഔരാന്നോ ഹൗരാന്നോ ഏതാണോ പറഞ്ഞു. ഹൗറ ബ്രിഡ്ജോ? ആ, ഹൗറ ഹൗറ ഹൗറ. അതവൻ ടെലിഫോണിൽ കൂടെ പറഞ്ഞു. അത് എവിടെയത്? എന്താ, കളിയാക്കലൊന്നും വേണ്ട. ഞാനെന്തിനാ നിങ്ങളെ കളിയാക്കുന്നത്? പിന്നെ ഹൗറ ബ്രിഡ്ജ് ചെയ്യുന്നുണ്ട്. ഹൗറ ബ്രിഡ്ജ് എവിടെയെന്ന് വെച്ചാ പിന്നെ ഞാൻ എന്താ വിചാരിക്കേണ്ടത്? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ദൈവമേ ദൈവമേ, നമ്മുടെ നാട്ടിൽ ഈ ഹൗറ ബ്രിഡ്ജ് കാണിച്ചെന്നായിരുന്നല്ലേ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ അമ്പലം പടുത്ത് തന്നേനെ. അതിന് നാട്ടിലെവിടെ ഹൗറ ബ്രിഡ്ജ്? ഓ, അത് ശരിയാണല്ലോ. ഇനി പളീനെ നോക്കാം, അത് നല്ലത്. അളിയാ അളിയാ, നിങ്ങൾ വല്ല ടെൻഷൻ ആയിരിക്കുന്നു. വാ, ചായ കുടിക്കാൻ പോവാ. ദോ ചായ ദേ. അതെ. ഏയ്, കാശ് ഞാൻ കൊടുക്കാം. മസാലപ്പാൽ ഓർഡർ ചെയ്തു. ഓ, അത് ശരി. ദോ ജിഗ്രിതെന്താ ദൂത്. ജിഗിരിതെന്താ ദൂതെന്ന് പറഞ്ഞാൽ ദൂത് എന്നാ പാല്, ജിഗ്രിതെന്താ ദൂത് എന്ന് പറഞ്ഞാൽ മസാല പാലെന്ന് അർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെയാണല്ലോ. ആ, അതല്ലേ പറയാൻ പറ്റൂ. ഓ, ഇതാണോ അത്? ഇതെന്താ ഒറ്റ വലി കുടിച്ചാ? അതൊന്നുമില്ല, നല്ല രുചിയല്ലേ. വായി വെച്ച വടിക്കട്ടെ. താഴോട്ട് ശരി, എന്നാ ഒന്നുകൂടെ കൊടുക്ക്. വേണ്ട വേണ്ട. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഇഷ്ടം പോലെ പറഞ്ഞു, ഞാൻ കുടിക്കാ. അതെ, നമ്മുടെ പേരെന്താ? ബാനർജി. ബാനർജി? അത് നമ്മുടെ നാട്ടിലെ പേരല്ലല്ലോ. കറക്റ്റ്. എന്റെ ഒറിജിനൽ പേര് കുട്ടൻ. അയ്യോ, സിനിമ ബാനർ കെട്ടുന്ന കാരണം ബാനര കുട്ട എന്ന് വിളിക്കാൻ തുടങ്ങി. അതെനിക്ക് അശേഷം ഇഷ്ടമല്ല. ഉടനെ എന്ത് ചെയ്തു? ശിവാജി, നെഹ്റുജി, നേതാജി എന്നൊക്കെ പറയില്ലേ, അതിൽ നിന്നൊരു ജി എടുത്ത് ബാനറിന്റെ കൂടെ ചേർത്തു. അന്ന് മുതൽ ഇന്ന് വരെ ബാനർജി എന്ന എന്റെ പേര്. ഓഹോ, കൽക്കട്ടയില് ബാനർജി ഭയങ്കര ഫേമസാ. ഞാൻ വേൾഡ് മുഴുവൻ ഫേമസ്. ഏയ്, ഒന്നുകൂടി എടുക്കടാ. എന്താ ചേട്ടൻ ചോദിക്കുന്നേ? ഇനി മുതൽ ഞാനേ ചോദിക്കൂ. വൺ മോർ. ദൂത്, ജിഗിരി. ഈ